ഗൈസ്, ഈ പെണ്ണ് നടത്തിയ നാടകത്തിന്റെ പേരിൽ ജീവനൊടുക്കിയ ഈ മനുഷ്യന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആണിനും പെണ്ണിനും രണ്ട് നിയമങ്ങളുള്ള നാടാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ നിയമവും നിയമവ്യവസ്ഥയും അവൾ ഒരു മൈരും ചെയ്യാൻ പോകില്ല. പെമ്പിള്ളേർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നിയമങ്ങൾ അതൊന്നും കണക്കാക്കാറ് പോലും ഇല്ല. നമ്മുടെ നിയമങ്ങൾ തന്നെയാണ് അവരിന് ഇത്രയും സേഫാക്കി വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് എന്ത് ചെയ്താലും ആരും ചോദിക്കാൻ വരില്ല എന്നുള്ളൊരു ധൈര്യത്തിലാണ് അവർ പലതും ചെയ്യുന്നത്. നമ്മളിപ്പോൾ അറിയാണ്ട് പോലും ഒരു പെണ്ണിന് ഇതുപോലെ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവരുടെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും കമൻറ്റ് ഇട്ട് കഴിഞ്ഞാലോ തന്നെ നമുക്ക് ഒരുപാട് വലിയ പ്രശ്നവും. പക്ഷേ അതേ സെയിം സാധനം ഒരു പെണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു തേങ്ങയില്ല. അവർക്ക് ഇപ്പോൾ ഒരു ആണ് കാരണം ഒരു പെണ്ണാണ് മരിച്ചതെങ്കിൽ അവൻ്റെ അവസ്ഥ, അവൻ കൊലപാതകി, പ്രതി എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ തന്നെ കഠിന തടവ്, ജീവപര്യന്തം എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അവസ്ഥ വളരെ ഗുരുതരമായിരിക്കും. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, അത് വേണ്ടെന്നല്ല. പക്ഷെ ഒരു പെണ്ണ് കാരണം ഒരു ആണ് മരിക്കുമ്പോൾ എന്തുകൊണ്ട് ആ ഒരു ഇക്വാലിറ്റി ഇവിടെ കിട്ടുന്നില്ല? ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. ഇനി 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറയും. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവൾ നല്ല റാങ്ക് ഹോൾഡർ, പഠിക്കുന്ന കുട്ടി, കായികം എന്നൊക്കെ പറഞ്ഞ് അവളെ സേഫ് ആക്കാൻ പറ്റുന്നില്ലേ? അവളെന്നല്ല, ഇതുപോലുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്ന സ്ത്രീകളെ സേഫ് ആക്കാൻ വേണ്ടി ഒരുപാട് നിയമങ്ങളുണ്ട്. അവർക്ക് വക്കീൽ പോലും വേണ്ട. പക്ഷെ ഒരു പെണ്ണ് തന്തയില്ലായ്മ ചെയ്തിട്ടും അവളുടെ ഫോട്ടോ ഇപ്പോഴും ന്യൂസിലൊക്കെ ബ്ലറായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ആ മരിച്ച വ്യക്തി അങ്ങനെ ഒരു മോശപ്പെട്ട ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും സൂയിസൈഡ് ചെയ്യില്ല. അയാൾ സൂയിസൈഡ് ഇപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മാനസികമായിട്ട് അത്ര പ്രഷർ വന്നിട്ടുണ്ടാവും. അയാൾ പാവം പച്ചയായ ഒരു മനുഷ്യനായതുകൊണ്ടാണ് അയാൾ മനം നൊന്ത് അവസാനം ജീവൻ ഒടുക്കിയത്. ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ചോദിക്കാൻ ഒരാളും ഇല്ല. അതുതന്നെയാണ് പലരുടെയും ധൈര്യം. ഒരു 1 മില്യൺ വ്യൂസിൻ്റെ അത്ര വില പോലും ഇല്ല എന്നൊരു മനുഷ്യൻ്റെ ജീവന്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോകളുടെ താഴെ പോയി കമൻറ്റ് ചെയ്തിട്ടോ നമ്മൾ റിയാക്ട് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമവും നിയമവ്യവസ്ഥകളൊക്കെ മാറണം.